ഹായ്, നമുക്ക് അടുത്ത് നോക്കാനുള്ള എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ 12 ആണ്. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഒരു ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് വായിച്ചു നോക്കാം എങ്ങനെയാണെന്ന്. ക്വസ്റ്റ്യൻ പറയുന്നതാണ്, യു ഡ്രോപ്പ് എ ബോൾ ഫ്രം എ മീറ്റർ എബോവ് എ ഫ്ലാറ്റ് സർഫസ്. ഇപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്നത് താഴെ വരച്ചിരിക്കുന്ന ഈ ബ്ലാക്ക് കളറിൽ വരച്ചിരിക്കുന്നതാണ് ഒരു ഫ്ലാറ്റ് സർഫസ് എന്നിരിക്കട്ടെ. ഈ ബ്ലാക്ക് കളർ കൊടുത്ത ഈ ഹൈറ്റ് ആണ് എത്ര? എ എന്ന് പറയുന്നത്. ഇതാ ഈ ഇരിക്കുന്ന റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ബോൾ, ഇതാണ് ബോൾ. ഈ ബോള് എ മീറ്റർ ഹൈറ്റിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഫ്ലാറ്റ് സർഫസിലേക്ക് താഴേക്ക് ഇടാൻ പോവാണ്. ഓരോ തവണയും ഈച്ച് ടൈം ദ ബോൾ ഹിറ്റ്സ് എ സർഫസ് ആഫ്റ്റർ ഫോളിംഗ് എ ഡിസ്റ്റൻസ് എച്ച് ഇറ്റ് റീബൗണ്ട്സ് എ ഡിസ്റ്റൻസ് ആർ എച്ച്. അതായത് എച്ച് ഹൈറ്റിൽ നിന്നാണ് നിങ്ങൾ ബോൾ താഴേക്ക് വീഴുന്നതെങ്കിൽ, ഓക്കെ, ഓരോ തവണ ഇപ്പൊ എച്ച് ഹൈറ്റിൽ, സപ്പോസ് എച്ച് ഹൈറ്റിൽ നിന്നാണ് ബോൾ താഴേക്ക് വീഴുന്നതെങ്കിൽ തിരിച്ച് ബൗൺസ് ചെയ്ത് വരുന്നത് എത്ര ഹൈറ്റിൽ ബൗൺസ് ചെയ്തോളൂ? തിരിച്ചു വരുന്നത് ആർ എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റിലെ ബൗൺസ് ചെയ്തോളൂ. നമ്മൾ ഇടുന്ന അത്രയും ഹൈറ്റിൽ തന്നെ ബോൾ ബൗൺസ് ചെയ്ത് വരണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പം എച്ച് ഹൈറ്റിൽ നിന്നാണ് ബോൾ താഴേക്ക് വീഴുന്നതെങ്കിൽ ആർ എച്ച് ഹൈറ്റ്സിലെ എന്ത് ചെയ്യത്തുള്ളൂ? ആ ബോൾ റീബൗണ്ട് ചെയ്തു വരത്തുള്ളൂ. ഇതിൽ ആർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് നമ്പർ ആണ്, ലെസ് ദാൻ 1. അപ്പം ആർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണ്, ലെസ് ദാൻ 1. ഓക്കെ, എങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ദ ബോൾ ട്രാവൽസ് അപ്പ് ആൻഡ് ഡൗൺ. നമ്മൾ ഈ എ മീറ്റർ ഹൈറ്റിൽ നിന്നും ബോൾ താഴേക്ക് ഇടുമ്പോൾ മൊത്തം ബോൾ ഇങ്ങനെ കുത്തി ബൗൺസ് ചെയ്ത് അവസാനം തീരുന്നിടം വരെ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞു, ഡിസ്കസ് എ പർട്ടിക്കുലർ കേസ് വിത്ത് എ ഈക്വൽ ടു 6 മീറ്റർ ആൻഡ് ആർ ഈക്വൽ ടു 2/3. ഓക്കെ, അതായത് എ എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. നമ്മൾ പറഞ്ഞില്ലേ തുടക്കം ഒരു എ ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇടുമെന്ന്. ആ എ എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറയുന്നത് 6 ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ തവണയും ബോൾ താഴേക്ക് പോയിട്ട് എച്ച് ഹൈറ്റിൽ നിന്ന് വീഴുമ്പോൾ തിരിച്ചു വരുന്നത് എത്രയാണ്? ആർ എച്ച്. ആ ആറായിട്ട് എടുക്കാൻ പറയുന്നത് എത്രയാണ്? 2/3. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഞാൻ ആ ബോൾ ബൗൺസ് ചെയ്യുന്ന ജസ്റ്റ് ഇങ്ങനെ പടത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ആദ്യം എ ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുന്നു. അപ്പൊ എത്ര ദൂരം സഞ്ചരിച്ചു ബോൾ? ബോൾ അപ്പം എ ദൂരം സഞ്ചരിച്ചു. ഓക്കെ, തിരിച്ചു ബോൾ മുകളിലേക്ക് കുതിച്ചു പോകുന്നത് എത്രയേ വരത്തുള്ളൂ? എ വരുമോ? ഇല്ല, തിരിച്ചു പോകുന്നത് എത്രയേ വരത്തുള്ളൂ? ആർ ഇൻറ്റു എച്ച് എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എച്ച് ഹൈറ്റിൽ നിന്നാണ് വീഴുന്നതെങ്കിൽ ആർ എച്ച്. ഇവിടെ എ ഹൈറ്റിൽ നിന്നാണ് വീഴുന്നത് കൊണ്ട് തിരിച്ചു മുകളിലേക്ക് പോകുന്നത് എത്രയേ വരത്തുള്ളൂ? എ ആർ. ഇപ്പം ആർ എച്ച് എഴുതുന്നവരും എച്ച് ആർ എഴുതിക്കും. അപ്പം പെട്ടെന്ന് കൺഫ്യൂഷൻ, എ ആർ വന്നു. അപ്പൊ ബോൾ തിരിച്ചു മുകളിലേക്ക് കുതിച്ചു പോങ്ങിയത് എ ആർ. വീണ്ടും എ ആർ താഴേക്ക് പോകുമല്ലോ, എന്നിട്ടല്ലേ ബൗൺസ് ചെയ്തുള്ളൂ, നെക്സ്റ്റ് ബൗൺസ് നടക്കത്തുള്ളൂ. എ ആർ വീണ്ടും താഴേക്ക് വന്നു. പിന്നെ അടുത്ത ഹിറ്റിൽ മുകളിലേക്ക് എത്രയേ പോകുന്നുള്ളൂ? എ ആർ സ്ക്വയർ. വീണ്ടും ആ എ ആർ സ്ക്വയർ ഹൈറ്റിൽ നിന്നും താഴേക്ക് വരുന്നു അല്ലെ? അപ്പോൾ വീണ്ടും ഒരു എ ആർ സ്ക്വയർ കൂടെ. ഇനി താഴെ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്രയേ പോകത്തുള്ളൂ? എ ആർ ക്യൂബ്. പിന്നെന്ത് ചെയ്യും? ഈ എ ആർ ക്യൂബ് ഹൈറ്റിൽ നിന്നും വീണ്ടും താഴേക്ക് വരുന്നു. അപ്പം വീണ്ടും ഒരു എ ആർ ക്യൂബ് കൂടെ. എന്നിട്ട് പിന്നെ മുകളിലേക്ക് എത്രയേ വരത്തുള്ളൂ? എ ആർ റൈസ് ടു 4. ഈ രീതിക്കായിരിക്കും നമ്മുടെ ബോൾ സഞ്ചരിക്കുന്നത്. മനസ്സിലായേ? ഓക്കെ, അതാണ് ഇവർ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒന്ന് വായിച്ചേക്കാം. ബിഫോർ ദ ഫസ്റ്റ് ഇമ്പാക്ട് ദ ബോൾ ഫോൾസ് എ ഡിസ്റ്റൻസ് എ മീറ്റർ. ശരിയല്ലേ? കുത്തി പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് അത് എ ഹൈറ്റിൽ നിന്ന് താഴേക്കാണ് വീഴുന്നത്. ഓക്കെ, ആഫ്റ്റർ ദ ഫസ്റ്റ് ഇമ്പാക്ട് ദ ബോൾ റീബൗണ്ട്സ് എ ഡിസ്റ്റൻസ് എത്രയേ വരത്തുള്ളൂ? എ ആറേ വരത്തുള്ളൂ. അപ്പൊ എ ആർ ഹൈറ്റ് മുകളിലേക്ക് പോയി. പിന്നെ എന്ത് ചെയ്യും? എഗെയിൻ കം ബാക്ക് ടു ദ ഫ്ലോർ ഫോളിംഗ് എ ഡിസ്റ്റൻസ് എ ആർ. എ ആർ ഡിസ്റ്റൻസ് വീണ്ടും താഴേക്ക് ഒന്നുകൂടെ വരണമല്ലോ, എന്നാലും അടുത്ത് നെക്സ്റ്റ് ബൗൺസ് ചെയ്യത്തുള്ളൂ. എന്നിട്ട് എന്ത് സംഭവിക്കും? അപ്പൊ അവർ ടോട്ടൽ കാൽക്കുലേഷൻ നിലവിലുള്ളത് എത്ര വരും? ദസ് ബിഫോർ ദ സെക്കൻഡ് ഇമ്പാക്ട് ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബോൾ ഈസ് എ പ്ലസ് എ ആർ പ്ലസ് എ ആർ. ഇനി സെക്കൻഡ് നെക്സ്റ്റ് വരുമ്പോൾ ആഫ്റ്റർ ദ സെക്കൻഡ് ഇമ്പാക്ട് ദ ബോൾ റീബൗണ്ട്സ് എത്ര വരും? എ ആർ ഇൻറ്റു ആർ, അതായത് എ ആർ സ്ക്വയർ. അപ്പൊ എ ആർ സ്ക്വയർ മുകളിലേക്ക് പോയി. പിന്നെ ആ എ ആർ സ്ക്വയർ എന്തിലേക്ക് വരും? താഴേക്ക് പിന്നെയും വരും. അപ്പം ടോട്ടൽ എത്ര വരും? ആദ്യത്തെ എ പ്ലസ് എ ആർ പ്ലസ് എ ആർ, അതിന്റെ കൂട്ടത്തിൽ 2 തവണ എ ആർ സ്ക്വയർ. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ രീതിക്കായിരിക്കും. ഈ എസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഈ പാറ്റേണിലല്ലേ സംഭവിക്കത്തുള്ളൂ. എ പ്ലസ് എ ആർ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എ ആർ ക്യൂ പ്ലസ് എ ആർ ക്യൂ പ്ലസ് എക്സെട്ര. അപ്പൊ ഇത് സമമാക്കി എഴുതുകയാണെങ്കിൽ എ പ്ലസ് ബാക്കി ഇവിടെ തൊട്ട് എല്ലാവരും 2 തവണ വരുന്നുണ്ടല്ലോ. സോ അതിന് ഞാൻ 2AR പ്ലസ് 2AR സ്ക്വയർ പ്ലസ് 2AR ക്യൂ പ്ലസ് എക്സെട്ര എന്ന് നമ്മൾ എഴുതി. ഓക്കെ, എങ്കിൽ നോക്കിയേ, ഇവിടുന്ന് ഈ 2AR കോമൺ എടുക്കാമല്ലോ. സോ ഞാൻ
2AR കോമൺ എടുത്തു കഴിഞ്ഞാൽ മിച്ചം എന്തേ വരത്തുള്ളൂ നോക്കിക്കേ, 1 + r + r² + എക്സെട്ര എന്ന് പറയുന്ന ടേമിലേ വരത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? a പ്ലസ് ഇത് 2AR ആണ്. ഈ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന ആരാണ്? നമ്മുടെ ജോമെട്രിക് സീരീസ് അല്ലേ? ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം 1 കോമൺ റേഷ്യോ r. സോ a/1 - r. അപ്പൊ എയുടെ സ്ഥാനത്ത് 1 ആയതുകൊണ്ട് 1/1 - r. സോ നമുക്ക് കിട്ടി a + 2AR / 1 - r. ഇനി ഈ 1 - r നെ ഈ എയിലേക്ക് ഗുണിക്കാം, ശരിയല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ആയിട്ട് ഡിനോമിനേറ്റർ കോമൺ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് വരും? a × 1 - r + 2AR / 1 - r. ഈ a അകത്തേക്ക് ഗുണിക്കുന്നു. a അകത്തേക്ക് ഗുണിച്ചാൽ എന്ത് വരും? a - AR + 2AR. അപ്പൊ ഒരു -AR ഉം 2 + 2AR ഉള്ളതുകൊണ്ട് ടോട്ടൽ ഒരു AR. സോ നമ്മൾ എന്ത് എഴുതും? a + AR / 1 - r. ഇവിടുന്ന് a കോമൺ എടുത്താൽ a of 1 + r / 1 - r നമുക്ക്. സോ അതാണ് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് നമുക്ക് കിട്ടുന്നത്. a ഹൈറ്റ്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നതാണ് a എത്രയായിട്ട് ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ? 6 ആയിട്ടും r നെ എത്രയായിട്ട് ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്? 2/3 ആയിട്ട്. സോ ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ s = എയുടെ സ്ഥാനത്ത് 6 കൊടുക്കുന്നു. 6 1 + r / 1 - r. അപ്പം 1 + 2/3 / 1 - 2/3. ശരിയല്ലേ? അപ്പം 6 × ഇത് അങ്ങോട്ട് ഗുണിച്ചാൽ എന്ത് വരും? 3. അപ്പം 3 + 2 5/3. 5/3. ഡിനോമിനേറ്റർ എന്ത് വരും? 3 - 2 അതായത് 1/3. അപ്പം ഇങ്ങനെ. ഇനി 6 × 5/3. 1/3 മുകളിലേക്ക് പോയി കഴിഞ്ഞു 3/1. ഈ 3 3 ക്യാൻസൽ ആയി പോയി. 6 5 30. സോ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിക്കും? 30 മീറ്റർ ആയിരിക്കും നമ്മുടെ ബോൾ സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ്, വീണ്ടും ഒരു ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിരിക്കണം കേട്ടോ. പ്രത്യേകം ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ റാഷണൽ നമ്പർ റെപ്രസെന്റഡ് ബൈ ദ റിപ്പീറ്റിംഗ് ഡെസിമൽ 5.232323 etc. ഓക്കെ, ഫൈൻഡ് ദ റാഷണൽ നമ്പർ. അപ്പം ഇതൊരു ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന അല്ലെ, ഒരു റിപ്പീറ്റിംഗ് ഡെസിമൽ ആണ്. ഇതിന് ഒരു റാഷണൽ നമ്പറിന്റെ ഫോമിൽ എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഇത് എങ്ങനെ എഴുതുന്നു വെച്ച് കഴിഞ്ഞാല് 5.232323 എന്ന രീതിയിലല്ലേ? അതിന് വേണമെങ്കിൽ 5 + 0.232323 എന്ന് വേണമെങ്കിൽ എഴുതാലോ. ശരിയാണല്ലോ? രണ്ടുമല്ല, ആഡിമെങ്കിൽ വരും. ഇനി ഇതിനെ വീണ്ടും അപ്പം 5+ ഇതിനെ നമ്മൾ വേറെ രീതിയിൽ മാറ്റി എഴുതാൻ പോണ്. 0.23 + 0.0023 + 0.00023. ഇനി അടുത്ത് എന്ത് വരും? പ്ലസ് പോയിന്റിന് ശേഷം 6 0 പിന്നെ 23. ഈ രീതിക്കാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അത് ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റ് ടേം തന്നെ ഇത് തന്നെ ആയിരിക്കും കിട്ടാൻ പോണത്. 5.232323 എന്നായിരിക്കും കിട്ടാൻ പോണത്. ഇനിയാണ് നമ്മൾ ഇതിന്റെ ജോമെട്രിക് പ്രോഗ്രഷനെ കളി നടത്താൻ പോണത്. അതിന്റെ ഒരു ടെസ്റ്റിംഗ് പരിപാടി. ഇതിനെ 5 + 0.23 വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 23/100 എന്ന് എഴുതാലോ. അതാണ് ഈ കൊടുത്തിരിക്കുന്നത് 5 + 23/100. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 23/40 അല്ലെങ്കിൽ 23/100² എന്ന് എഴുതാം. അതാണ് എഴുതിക്കുന്നത് 23/100². ഇതിന് നമുക്ക് എന്ത് എഴുതാം? 23/100³ എന്ന് എഴുതാം. സോ നമ്മൾ ഇപ്പൊ എന്ത് സംഭവിച്ചു? ഈ 5.232323 എന്ന് പറഞ്ഞ ആളെ നമ്മൾ ഈ ഫോമിലേക്ക് എഴുതി. ഈ 5 + 23/100 23/100², 23/100³ പ്ലസ് എക്സെട്ര എന്നുള്ള ഫോമിലേക്ക് എഴുതി. നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ മനസ്സിലാവും ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷനിലേക്ക് പോകും. എങ്ങനെയാണെന്ന് നോക്കാം. ജോമെട്രിക് സീരീസിലേക്ക് പോകാം. 5 അതിനാണ് ഇത് മാറ്റിയത്. ഇവിടെ നോക്കി, ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇനി അങ്ങോട്ടുള്ള ആൾക്കാർക്ക് കോമൺ ആയിട്ട് ആരുണ്ട്? ഒരു 23/100 കോമൺ ഉണ്ടല്ലോ. സോ ഞാൻ ഇവിടെ 23/100 കോമൺ എടുത്തു. മിച്ചം എന്ത് വരും? 1 + 1/100 + 1/100² പ്ലസ് എക്സെട്ര എന്ന് വരും. അപ്പൊ നോക്കിയേ, ഈ ബ്രാക്കറ്റ് വന്നിരിക്കുന്നത് ഒരു ജോമെട്രിക് സീരീസ് അല്ലേ വന്നിരിക്കുന്നത്. ഏത്? ഇവിടുത്തെ ഫസ്റ്റ് ടൈം ആയ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് a എന്ന് പറയുന്നത് 1. നമ്മുടെ കോമൺ റേഷ്യോ എന്ന് വെച്ചാൽ ആരാ? 1/100. ഈ 1/100 എന്ന് വെച്ചാൽ ആരാ? 0.01. സോ ഈ ബ്രാക്കറ്റ് വന്നിരിക്കുന്ന ആളെ അതിന്റെ ജോമെട്രിക് സം എന്ന് വെച്ചാൽ എത്രയായി വരാമെന്ന്? a/1 - r എന്നായിരിക്കുമല്ലോ വരാമെന്നത്. ഇവിടെ a എത്രയാണ്? 1. r എന്ന് വെച്ചാൽ എത്രയാണ്? 0.01. അപ്പൊ ഇത് 1 - 0.0 എന്ന് വെച്ചാൽ എത്രയാ? 0.99 എന്ന് വരും. അതാണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത് 5 + 23/100
ഇൻറ്റു 1/0.99. ഈ 100നെ 0.99 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും? 99 വരും. അങ്ങനെ എന്ത് വരും? 5 + 23/99 വരും. ഇനി ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഈ 5 × 99 കണ്ടുപിടിക്കുക, +23 ആഡ് ചെയ്യുക, /99. അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു അല്ലേ? അപ്പൊ ആ രീതിക്ക് നമുക്ക് ആൻസർ എത്ര കിട്ടും? 518/99 കിട്ടും. അപ്പൊ ഈ തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് റാഷണൽ നമ്പർ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? 518/99 എന്നായിരിക്കും കിട്ടാൻ പോകുന്നത്. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ 14. എക്സാമ്പിൾ 14 ഇതാണ് പറയുന്നത്. ഡിറ്റർമൈൻ വെദർ ദ സീരീസ് സിഗ്മ k = 1 to infinity 5^2k into 7^1 - k ഇത് കൺവേർജ് ചെയ്യുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇനി കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഫൈൻഡ് ദ സം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ പ്രോബ്ലം ശ്രദ്ധിക്കണം. നോക്കിയാൽ ഇതിന്റെ സിഗ്മ k = 1 to infinity ആണെങ്കിലും ഇവിടെ 5^2k എന്നും ഇവിടെ 5^1 - k എന്നും. k ഒരേപോലെ അല്ല. ഇവിടെ 2k എന്നും അല്ലെ, ഒരിടത്ത് 2k വരുന്നു പവറായിട്ട്, മറ്റെടുത്ത് പവറായിട്ട് എത്ര? 1 - k എന്ന് വന്നിരിക്കുന്നു. നമ്മളപ്പോ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ k കോമൺ ആക്കുക, k സെയിം ആക്കുക. അങ്ങനെയുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ സിഗ്മ k = 1 to infinity 5^2k into 7^1 - k ആണല്ലോ. ഈ 5^2k നമുക്ക് ഇത് ഇങ്ങനെ മാറ്റി എഴുതാം. സിഗ്മ k = 1 to infinity 5^2k എന്ന് എഴുതാം, ഇൻറ്റു 7^1 - k എഴുതാലോ. ഇതിനെ സിഗ്മ k = 1 to infinity 5² എന്ന് വെച്ചാൽ എത്രയാ? 25. 25^k into 7^1 - k എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നിന്ന് ഇപ്പോഴും സെയിം ആയിട്ടില്ല, പവർ ഇപ്പോഴും സെയിം ആയിട്ടില്ല. ഇവിടെ 25^k യും ഇവിടെ 7^1 - k ആണ്. എന്ത് ചെയ്താൽ മതി? k - 1 സോറി 1 - k അല്ല, k - 1 1 - k 1 - k സോറി 1 - k തന്നെ, തെറ്റൊന്നുമില്ല. ഇപ്പോഴും പവർ സെയിം ആയിട്ടില്ലേ? അപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയോ? ഇവിടുന്ന് ഒരു k അങ്ങ് പുറത്തെടുത്താൽ എന്ത് സംഭവിക്കും? ഈ 25^k അവിടെ നിന്ന് ഒരു k പുറത്തെടുത്ത് എന്ത് വരും? ഒരു k അല്ല, ഇവിടുന്ന് ഞാൻ ഒരു 25 പുറത്തെടുത്താൽ ഇങ്ങനെ ഒരു 25 പുറത്തെടുത്താൽ മിച്ചം എന്ത് വരും? 25^k - 1 ശരിയല്ലേ? ഇവിടുന്ന് ഞാൻ ഒരു 25 എടുത്തു, അപ്പൊ ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ 25^k വരും. ഓക്കെ, ഇൻറ്റു 7^1 - k ഇപ്പോഴും സെയിം ആയിട്ടില്ല. എന്താ പ്രശ്നം? ഒരിടത്ത് k - 1 മറ്റെടുത്ത് 1 - k. എന്താ ഇതിലുള്ള വ്യത്യാസം? ഒരു മൈനസിന്റെ പ്രോബ്ലം അല്ലേ ഉള്ളൂ. ആ മൈനസിന്റെ പ്രോബ്ലം നമുക്ക് ഒഴിവാക്കണം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം 25 സിഗ്മ ഇത്രയും സ്റ്റെപ്പിന് ആവശ്യമില്ല, പിന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ടായാലും മനസ്സിലാൻ വേണ്ടി ഇത്രയും സ്റ്റെപ്പ് എഴുതി 25^k - 1. നോക്കിയേ, മുകളിൽ ഞാൻ മൈനസ് ആക്കാൻ പോവാം. അപ്പൊ 7^- എന്തെഴുതി? k - 1 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? ഇപ്പം ഒരു മൈനസിന്റെ പ്രശ്നമുള്ളൂ. ഈ മൈനസിന്റെ പ്രശ്നം ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ടേമിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ മൈനസ് അങ്ങ് പോകും. സോ നമ്മൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതും? ഇതിനെ നമ്മൾ മാറ്റി എഴുതാൻ പോണത് ഇങ്ങനെയാണ്. ഒരു സെക്കൻഡ്, ഇതിനെ നമ്മൾ മാറ്റി എഴുതാൻ പോണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടോണം. 25 അവിടെ തന്നെ നിൽക്കുന്നു അല്ലെ? സിഗ്മ k = 1 to infinity 25/7^k - 1. ഇപ്പൊ പ്രശ്നം തീർന്നു. ഇത് ഡിനോമിനേറ്റർ പോകുമ്പോൾ k - 1 ആവും. സോ അത് നമ്മൾ 25/7^k - 1 എഴുതി. ഇപ്പൊ നമ്മുടെ എന്തായി? പവർ എന്തായി? സെയിം ആയി. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ആൻസറിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്, ശരിയല്ലേ? ഈ കിട്ടിയിരിക്കുന്ന ആള് ഒരു ജോമെട്രിക് സീരീസ് ആണ്. ഞാൻ എഴുതി കാണിക്കാം. 25 ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് 25 into sigma k equal to 1 to infinity 25/7 എന്തായിരുന്നു? സോറി 25/7 റൈസ് ടു k - 1 അല്ലേ? റൈസ് ടു k - 1.
ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. സംശയം നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ എന്ത് വരും? ഫസ്റ്റ് ടൈം എന്ത് വരും? കെക്ക് 1 കൊടുത്താൽ ഇത് 0 ആയി പോകും. അപ്പൊ 1 പ്ലസ് നെക്സ്റ്റ് ടൈം എന്ത് വരും? 25/7. അടുത്ത ടൈം എന്ത് വരും? 25/7 സ്ക്വയർ, 25/7 ക്യൂബ് പ്ലസ് എക്സെട്ര. ഇതൊരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് ഇനിഷ്യൽ ടൈം അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം a ഈക്വൽ ടു എത്ര? 1. പക്ഷെ കോമൺ റേഷ്യോ എത്രയാ? 25/7. ഈ 25/7 എന്ന് പറയുന്നതിന്റെ വാല്യൂ അതിന്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ 1 ആണോ? അല്ല. 25/7 എന്ന് വെച്ചാൽ ഏകദേശം 3 പോയിന്റ് സംതിങ് വരും. ശരിയല്ലേ? 3 പോയിന്റ് സംതിങ് വരും. സോ ഇതിന്റെ മോഡാർ എന്തല്ല? ലെസ് ദാൻ 1 അല്ല. അതുകൊണ്ട് ഈ ജോമെട്രിക് സീരീസ് എന്ത് ചെയ്യത്തില്ല? കൺവെർജ് ചെയ്യത്തില്ല. വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഡൈവേർജന്റ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? R എന്ന് വെച്ചാൽ 25/7 ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ദ ഗിവൺ ജോമെട്രിക് സീരീസ് ഡൈവേർജസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, കാരണം പുതിയ പല ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.